ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ ആ രാജയോഗം പറഞ്ഞിരിക്കുന്നത് അംബികയുടെ സഹോദരനിലൂടെ മാത്രമാണ്. സഹോദര സ്ഥാനത്താണ് രാജയോഗവും ഗജകേസരി യോഗവും ഒക്കെ വ്യക്തമായി കാണുന്നത്. ഇവിടൊക്കെ ശമ്പളം കുറവല്ലേ? ആര് പറഞ്ഞു? അതൊക്കെ വെറും തെറ്റിദ്ധാരണയാ. നാട്ടിലാവുമ്പോ അവർക്ക് അവരുടെ റിലേറ്റീവ്സിനെയും കാണാം, സന്തോഷത്തോടെ ജോലിയും ചെയ്യാം. അയാള് കാണിച്ചത് വളരെ ബുദ്ധിമോശോ. ഒരു പൂന്തോട്ടം സ്വന്തമായിട്ടുള്ള ആള് ഒരു പൂ അന്വേഷിച്ചു പോവോ? ഞാൻ പറഞ്ഞത് അംബികയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ല, എന്റെ അച്ഛൻ വിചാരിച്ച അയാൾക്കൊരു ജോലി കിട്ടാനാണോ പ്രയാസം? ഞങ്ങളുടെ തന്നെ എത്ര ഫാക്ടറികളുണ്ട്, സ്പിന്നിംഗ് മില്ലുകളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നിലും ഒരു ജോലി വേണോന്ന് പറയാതെ നേരെ മദ്രാസിലേക്ക്. അതെന്താ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പ്രതാപന് ഈഗോയാണോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല പത്മേ. അവനൊരു നല്ല നിലയിൽ വരണം, ഒരു രാജാവിനെ പോലെ വാഴണം. ആ ഒരു ആശ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെയാ അവനെ നിർബന്ധിച്ച് മദ്രാസിലേക്ക് പറഞ്ഞയച്ചത്. ആങ്ങളെ വലിയ ആളാവണം. അപ്പോ അംബികയ്ക്ക് ഇത്ര മോഹങ്ങളൊന്നുമില്ലേ? ഇല്ല പത്മേ. അംബികയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ? അതുകൊണ്ടൊന്നും അല്ല. വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതമാ ഞാൻ ആഗ്രഹിക്കുന്നേ. മറ്റുള്ളവരൊക്കെ നന്നാവണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതോടെ എന്റെ ആങ്ങളമാരും നന്നാവണം. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. ആർക്കെങ്കിലും വേണ്ടി ഒരു ത്യാഗം ചെയ്താ അതിലും വലിയ പുണ്യമില്ലെന്നാ ഞാൻ വിചാരിക്കുന്നേ. മാത്രമല്ല, ഈ കോലത്ത് നിങ്ങളെയൊക്കെ സേവിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു മൂലയില് ഒതുങ്ങിക്കൂടിയാ മാത്രം മതി. അംബികയെ പോലെ വലിയ മനസ്സുള്ളവരെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ പാടാ. പിന്നെ ത്യാഗം, വലിയ മനസ്സ്. ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ട് പോകാനും എനിക്ക് താല്പര്യമില്ല. ഇതെല്ലാം എനിക്ക് വേണം. ചതിയിലൂടെ ആണെങ്കിലും ഞാനിത് കൈക്കലാക്കും. പക്ഷേ പ്രതാപൻ എനിക്കൊരു തടസ്സമാണ്. അതാ ഞാൻ അവനെ പറഞ്ഞയച്ചത്. പൂങ്കാവിലമ്മയ്ക്ക് മംഗളം. സൂര്യമംഗലത്തു നിന്ന് പുറപ്പെട്ടപ്പോഴേ എന്റെ അകക്കണ്ണിൽ ഞാൻ ആളെ കണ്ടു. അംബികാവർമ്മയായിരിക്കുമെന്ന് തോന്നി. ആയിരിക്കുമല്ല, അതെ. അംബിക ഇരിക്കൂ. സർവശക്തി. പറയൂ അംബികേ. പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു? എന്റെ മനസ്സിലെ മോഹങ്ങളൊക്കെ പൂങ്കാവിലമ്മയ്ക്ക് അറിയാലോ. കുറെ അറിയാം. അതിമോഹം.
പ്രധാനം അതല്ലേ? അതൊരു തെറ്റാണോ പൂങ്കാവിലമ്മേ? അതൊരു തെറ്റേ അല്ല. ന്യായമായ മാർഗത്തിലൂടെ ഇവിടെ ആരും സമ്പന്നന്മാരും കോടീശ്വരന്മാരും ആയിട്ടില്ല. വളഞ്ഞ വഴിയിലൂടെ മാത്രമേ സമ്പത്തുണ്ടാക്കാൻ പറ്റൂ. ഇവിടെ മറ്റാരും ഇല്ലല്ലോ. ഞാൻ ചെയ്യുന്നത് ദുർമന്ത്രവാദമല്ലേ? മറ്റാരും ഇത് അറിയുന്നത് എനിക്കിഷ്ടമല്ല. ഉം. അതുകൊണ്ട് തന്നെ ശിഷ്യഗണങ്ങളെയൊക്കെ ഞാൻ അകറ്റി നിർത്തിയിരിക്കുക. അമ്മേ, എനിക്ക് വേണ്ടത് ആ സൂര്യമംഗലമാ. എനിക്ക് അവിടുത്തെ എല്ലാം ആവണം. മോഹം ചെറുതൊന്നും അല്ലല്ലോ. ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. എന്തായാലും ഞാൻ ആദ്യം ഈ കവടിയൊന്ന് നിരത്തി നോക്കട്ടെ. അംബിക, പ്രാർത്ഥനയോടെ ഇരിക്കൂ. ബുധദശയാണ്. പക്ഷേ ശനിയുടെ അപഹാരവുമുണ്ട്. പക്ഷേ ഈ ശനി ദോഷക്കാരിയല്ല. അംബികയ്ക്ക് രാജയോഗം കാണുന്നുണ്ട്. പക്ഷെ ആ രാജയോഗം പറഞ്ഞിരിക്കുന്നത് അംബികയുടെ സഹോദരനിലൂടെ മാത്രമാണ്. സഹോദര സ്ഥാനത്താണ് രാജയോഗവും ഗജകേസരി യോഗവും ഒക്കെ വ്യക്തമായി കാണുന്നത്. ഈ സഹോദരൻ ഭരണസാരഥിയായി മാറുമെന്ന് വരെ അംബികയുടെ ആരൂഢത്തിൽ തെളിയുന്നുണ്ട്. അമ്മേ, സഹോദരനല്ല, എനിക്കാ അതൊക്കെ വേണ്ടത്. ഭരണകർത്താവാനുള്ള ആഗ്രഹം എനിക്കാ ഉള്ളത്. പ്രശ്നത്തിൽ തെളിയുന്നതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അംബികയ്ക്ക് അനുഭവ ഭാഗ്യം കാണുന്നുണ്ട്. പക്ഷേ രാജയോഗവും ഭരണയോഗവും കാണുന്നത് സഹോദരനില്ല.